ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോയമ്പായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടന് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു വിടണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമേ അടുപ്പൊക്കെ കത്തിച്ച് അരി അടുപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. മെഴുക്ക് പുരട്ടിക്കുള്ളത് തലേന്ന് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഒരു തരം പയറായിരുന്നു. അത് നല്ല വൃത്തിക്ക് വരണ്ട് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുമൊക്കെ ഇട്ട് അങ്ങനെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കി. കാപ്പിക്കായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചത് പുട്ടും ചെറുപയർ കറിയുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടുന്ന ചെറുപയറൊക്കെ വേവിക്കാനായിട്ട് കുക്കറിലോട്ട് വെച്ചിട്ട് സവാളയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ ചോപ്പറിലിട്ട് അടിച്ചെടുത്ത്, പിന്നെ അത് നല്ല വൃത്തിക്ക് ഗരം മസാലയും മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വരണ്ട് വന്നപ്പോൾ അതിലേക്ക് നല്ലതായിട്ട് വേവിച്ച് വെച്ച പയറിട്ട് കൊടുത്ത്, പിന്നെ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് പുട്ടിങ്ങനെ ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടിന് കറിയും പപ്പടവും ആയിരുന്നു. ഒരു 6 മണിയൊക്കെ വെട്ടം വീണെടുത്തപ്പോഴത്തേക്കിനും ചോറിന് കറികളും കാപ്പിയും എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട് അടിച്ചു വാരി തുടച്ചിട്ട് വിളക്ക് തേക്കാനായിട്ട് വെളിയിലോട്ട് പോയി. വിളക്കെല്ലാം തേച്ചിട്ട് വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളായി. പടിയിലും വിളക്ക് കത്തിച്ചു, പിന്നെ വീടിനകത്തും വിളക്ക് കത്തിച്ചു. ഞാൻ രാവിലെ എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ അയ്യപ്പൻ്റെ പാട്ടുകൾ ഇട്ടുകൊണ്ടാണ് ജോലികളൊക്കെ ചെയ്തത്. അപ്പോൾ രാവിലെ ആ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഓരോ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ശാന്തതയായിരുന്നു. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞാൻ നേരെ വന്നത് ചോറ് പൊതിയാനായിട്ടായിരുന്നു. ഇലയൊക്കെ വാട്ടിയിട്ട് ചോറും മെഴുക്ക് പുരട്ടി ഉണ്ടമുളക് ചമ്മന്തി ഡബിൾ ഉള്ളിക്ക അച്ചാറും ഒക്കെ വെച്ചിട്ടാണ് പൊതി റെഡിയാക്കിയത്. പിന്നെ പപ്പടം കാച്ചിയത് അല്ലാതെ പാത്രത്തിൽ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ജോലിക്ക് പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ അയ്യപ്പ ഉണർന്നിട്ടുണ്ടായിരുന്നു. കൈയോടെ തന്നെ അയാളെയും കുളിപ്പിച്ച് അയാൾക്ക് തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറിയൊക്കെ തൊടിയിച്ചിട്ടാണ് ചായ കൊടുത്തത്. അയാൾക്ക് ഉണരുമ്പോൾ തന്നെ ചായ വേണമായിരുന്നു. പിന്നെ അയാളിപ്പോൾ കുളിപ്പിച്ചിട്ടാണ് ആഹാരമൊക്കെ കൊടുക്കുന്നത്. പിന്നെ പുട്ടും ചെറുപയർ കറിയും പപ്പടം എല്ലാം കൂട്ടി ഞാനും അയാളുടെ രാവിലത്തെ കാപ്പി കുടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.